സർ, ബീഹാർ തിരഞ്ഞെടുപ്പ് അതിന്റെ അപ്ഡേഷൻസ് ഒക്കെ സാർ കണ്ടു കാണും. ചാനലുകളിൽ പലരും കരച്ചിലും വല്ലാത്ത സങ്കടവും. പലരുടെ സങ്കടം കണ്ടിട്ട് എനിക്ക് തന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത്ര സങ്കടവും കരച്ചിലും ഒക്കെയാണ്. BJP ജയിച്ചതാണ് ഇവരുടെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ മോദി തന്നെ വലിയ അമ്പരപ്പിലെന്നാണ് കേൾക്കുന്നത്. കാരണം ഈ 101 സീറ്റില് 89 കൊണ്ടുപോയി. ഇത് എങ്ങനെയാടാവുക എന്നാണ് മോദി തന്നെ ചോദിക്കുന്നത്. BJP മാത്രം മത്സരിച്ചത് 101 രണ്ടുപേരും 101 വീതം അവർക്ക് 85 കിട്ടി. വോട്ട് ചോരിയാണെന്ന് പറയുന്നു. പക്ഷെ എല്ലാ പഴുതുകളും അടച്ചുള്ള ഒരു തിരഞ്ഞെടുപ്പായിരുന്നു. കാരണം CCTV ആരും ഇതുവരെ പരാതി പറഞ്ഞിട്ടില്ല. വീണ്ടും റീപോളിംഗ് നടത്തണമെന്ന് ഒരു മണ്ഡലങ്ങളിലും പറഞ്ഞിട്ടില്ല. BJPയുടെയും കോൺഗ്രസിന്റെയും RJDയുടെ എല്ലാത്തിന്റെ ആളുകൾ എല്ലാ പോളിംഗ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നു. കൃത്യമായി തന്നെയാണ് പോയത്. അതുകൊണ്ട് ഇനി വോട്ട് ചോരിയെന്നോ SIR എന്നോ അതൊക്കെ പറഞ്ഞ് വരുന്നുണ്ട്. എങ്കിലും അതിലൊന്നും ഇനി ലക്ഷ്യമില്ല. എങ്ങനെയാണ് സർ BJP ഇത്രയും ഒരു വലിയ തേരോട്ടം നടത്തുക? മോദി ഒരു കുതിരപ്പുറത്തൊക്കെ ഇരിക്കുന്ന ഫോട്ടോ ഒക്കെ ഇപ്പൊ ഭയങ്കര വൈറലാവുന്നുണ്ട്. ഇത് വേറെ ഒന്നുമില്ല. രാജ്യത്ത് ഇനിയും നടക്കാൻ പോകുന്നതൊക്കെ ഈ പറയുന്ന ജനാധിപത്യ സംവിധാനത്തിന്റെ യഥാർത്ഥ മുഖം വെളിയിൽ കൊണ്ടുവരുന്ന തെരഞ്ഞെടുപ്പുകളായിരിക്കും. ഇതുവരെ നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന പലർക്കും അറിയാൻ വയ്യാത്ത പല കാര്യങ്ങളുമുണ്ട്. ഇപ്പം ഈ രാഹുൽ ഗാന്ധി കുറേ കാലങ്ങളായിട്ട്, അതായത് 10 കൊല്ലമായിട്ട് തുടർച്ചയായിട്ട് അധികാരത്തിൽ വരാതിരുന്ന ഒരു പാർട്ടി മാത്രമാണ് കോൺഗ്രസ്. 55 കൊല്ലം അവർ ഭരിച്ചിരിക്കുന്നു വ്യക്തമായിട്ട്. അതിനകത്ത് ചില ഘട്ടങ്ങളിൽ മാത്രം 1-2 കൊല്ലം അല്ലെ 5 കൊല്ലം BJPയോ VP സിംഗോ അല്ലെങ്കിൽ ചന്ദ്രശേഖരോ ഒക്കെ വന്നിരിക്കുന്നത് വീണ്ടും ഇവരുടെയിലേക്ക് വരും. അപ്പം ആ സമയത്ത് ഒരുപക്ഷെ ഇതിന് നേരത്തെ ഇയാൾ ഈ കൊള്ളയുടെ കാര്യവും വോട്ട് കൊള്ളയുടെ കാര്യവും മെഷീൻ്റെ കാര്യമൊക്കെ പറയുമ്പം ഇത്രയും ആധുനികമല്ലാത്ത സമയത്ത് മെഷീനകത്ത് കുഴപ്പം കാണിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആരാ മെഷീൻ കൊണ്ടുവന്നത്? ഇയാളുടെ അച്ഛനാ മെഷീൻ കൊണ്ടുവരുന്നത്. ആരാ? രാജീവ് ഗാന്ധി ഈ സംവിധാനത്തിൽ കൊണ്ടുവരുന്നത്. നമ്മുടെ വാജ്പേയി ഇന്ത്യ തിളങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു മുദ്രാവാക്യത്തിൽ രണ്ടാമത്തെ അധികാരത്തിൽ വരുന്നതിന് വേണ്ടി ശ്രമിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അധികാരത്തിൽ വരുമെന്ന്. വാജ്പേയി അധികാരത്തിൽ വന്നില്ല. അറിയാം, BJPയുടെ രണ്ടാമത്തെ ഗവൺമെന്റ് മോശമായ ഗവൺമെന്റ് ആയിട്ടല്ല, അതിനകത്ത് ഈ പറഞ്ഞ അട്ടിമറി ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം ഇവർ നടത്തിയിരുന്നു. ഇതെല്ലാം ഇവർ നടത്തിയിരുന്നു. കാശ്മീരിൽ ഇപ്പൊ 62% പോളിംഗ് നടന്നിട്ട് അവിടെ അധികാരത്തിൽ അല്ലെങ്കിൽ ആര് വന്നാലും ഇപ്പം സുപ്രീം കോടതി പറഞ്ഞു 60%. നേരത്തെ അവിടെ 5% പോലും നടക്കുന്നത്. എന്നാണ് അവിടുത്തെ ഇലക്ഷനെ ബഹിഷ്കരിച്ചു തുടങ്ങിയെന്നറിയോ? 1997 ആണോ ഏതോ അതിന്റെ ഡേറ്റ് എനിക്കറിയാം. ആ സമയത്ത് കാശ്മീരിൽ യഥാർത്ഥത്തിൽ വോട്ട് ചെയ്തതല്ലാതെ അവിടെ അട്ടിമറി നടത്തി കോൺഗ്രസ് അധികാരത്തിൽ വന്നു. അപ്പോൾ വോട്ട് കൊള്ളയും അട്ടിമറിയും ഒക്കെ നടത്തി ഈ അധികാര തുടർച്ചയും അധികാരത്തിലിരുന്നവരും അല്ലെങ്കിൽ ഈ ഭരണഘടനയെ മോശമാക്കിയിട്ടുള്ളവരും ഭരണഘടനയിൽ എല്ലാം നടത്തിയിട്ടുള്ള ഇവരാണ്. അപ്പൊ ഇതിന്റെ എല്ലാം ഈ അതാണെന്ന് അറിയാവുന്ന അതെല്ലാം കൃത്യമായിട്ട് കൊണ്ടുവന്നിട്ട് ജനങ്ങളെ പാനിക്കാക്കി അല്ലെങ്കിൽ ജനങ്ങളെ സംഘടിപ്പിക്കാൻ നോക്കും. ജനങ്ങളെ സംഘടിപ്പിക്കാൻ ജനം സംഘടിക്കണ്ടേ? അതിന് താഴെത്തട്ടി വർക്ക് വേണ്ടേ? മാത്രമല്ല ഇയാൾ പറയുന്നതിനകത്ത് എന്തെങ്കിലും വിശ്വാസ്യത ഉള്ളതായിട്ട് കാര്യങ്ങൾ തോന്നണ്ടേ? ഈ ഏറ്റവും അവസാനം ഇയാളുടെ പുറകിൽ നിൽക്കുന്ന ഇയാളുടെ വർത്തമാനത്തിൽ ഇയാളുടെ മുദ്രാവാക്യങ്ങളുടെ ഉണ്ടാക്കി കൊടുക്കുന്നവർ, അതായത് നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഡീപ് സ്റ്റേറ്റ് ജോർജ് സോറസ് ഒക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന മുദ്രാവാക്യവും തന്ത്രങ്ങളും കലാപം ഉണ്ടാക്കാൻ വേണ്ടി അതിന്റെ ഏറ്റവും വലിയൊരു വർക്ക് 2024 അവിടെ നടന്നത്. അന്നാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധി പറഞ്ഞത് ഞങ്ങൾ അധികാരത്തിൽ വരും. അതിനെ തിരിച്ചറിഞ്ഞ് അതിജീവിച്ച് തിരിച്ചു കൊണ്ടുവന്ന് കേവല ഭൂരിപക്ഷം അല്ലെങ്കിൽ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം BJPക്ക് ഇല്ലെങ്കിലും BJP അധികാരത്തിൽ വന്നല്ലോ. ഇതൊരിക്കലും പ്രതീക്ഷിച്ച. അതിനുശേഷം നടന്നിട്ടുള്ള തെരഞ്ഞെടുപ്പുകളൊക്കെ പരിശോധിക്കുമ്പോൾ മഹാരാഷ്ട്ര, ഈ പറയുന്ന പോലെ ഹരിയാന, ഈ ഇലക്ഷൻ, ഇതിനകത്തൊക്കെ ജനത്തിന് 2024 വോട്ടിങ്ങിനകത്ത് തെറ്റുപറ്റിയെന്ന് ജനത്തിന് മനസ്സിലായി. അവരെ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? നിങ്ങൾക്ക് ലക്ഷങ്ങൾ തരാമെന്ന് പറഞ്ഞില്ലേ? ഇവിടുത്തെ ഭരണഘടന സംരക്ഷിക്കത്തില്ല എന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചില്ലേ? അല്ലെങ്കിൽ ഇവിടുത്തെ സംവരണം ഇല്ലാതാവുമെന്ന് പറഞ്ഞ് വോട്ട് പിടിച്ചു. അതുവരെ പഠിച്ചതിനകത്ത് അന്നേരം ഒരു ആശങ്ക ഇവിടുത്തെ സാധാരണക്കാരനിലേക്ക് ഉണ്ടാക്കി. പക്ഷേ ആ ആശങ്കയ്ക്കനുസരിച്ച് അങ്ങനെ വരുമോ എന്ന് കണ്ട് വോട്ട് ചെയ്താണ് കുറച്ചോട്ട് ഒരു പിടിച്ചു. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഇതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവർ കള്ളപ്രചരണത്തിന്റെ ആൾക്കാരാണ്. യഥാർത്ഥത്തിൽ രാജ്യത്തിന്റെ വികസനവും രാജ്യത്തിന്റെ പുരോഗതിയിൽ ഊന്നിയ ഒരു സംവിധാനത്തിലേക്കാണ് ഈ ഗവൺമെന്റ് പോകുന്നത്, അല്ലെ മോദി പോകുന്നത്. ഇവർ പറയുന്നത് പോലെ മുസ്ലിം ഹിന്ദു സംഘർഷമൊന്നുമില്ല. അത് രാജ്യത്ത് കാലങ്ങളായിട്ട് അയലോകക്കാരെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചീത്തവിളിയേ ഉള്ളൂ. അടിസ്ഥാനപരമായിട്ട് അങ്ങനെയില്ല. ഇവിടുത്തെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഹരിജനങ്ങൾക്ക് പ്രശ്നമില്ല, അല്ലെങ്കിൽ സാധാരണക്കാരന് പ്രശ്നമില്ല, മുസ്ലിങ്ങൾക്ക് ഇവിടെ ഏറ്റവും സുഖമായിട്ട് ജീവിക്കാം. ഇതൊക്കെ മുസ്ലിങ്ങൾ തിരിച്ചറിഞ്ഞു. മുസ്ലിം ഇപ്പോൾ ബീഹാർ ഉൾപ്പെടെ മുസ്ലിം വോട്ട് മൊത്തം കിട്ടി, സ്ത്രീകളുടെ വോട്ട് മൊത്തം കിട്ടി. അപ്പം ഇതിനകത്ത് ഞാൻ ഈ പറഞ്ഞു വന്നത് ഇനി ഇത് നടക്കത്തില്ല. കാരണം
എന്താണ് ജനാധിപത്യ സംവിധാനം യഥാർത്ഥത്തിൽ? ആദ്യമേ ധന്യ പറഞ്ഞെന്തോ എല്ലാ പഴുതുകളും ഉടച്ചു. എല്ലാ പഴുതുകളും ഉടച്ചു. ആക്ഷേപം വന്നില്ലേ? ഇയാൾ കൊണ്ടുവന്ന ആക്ഷേപം തന്നെ എന്താ? വോട്ടിംഗ് മെഷീൻ ആക്ഷേപം കഴിഞ്ഞിട്ട് ആ ഭരണഘടനാ സ്ഥാപനത്തെ ആക്ഷേപത്തിലേക്ക് കരിനിഴലിലേക്ക് കൊണ്ടുവന്നു. അവരപ്പോൾ ആ കരിനിഴൽ ഇല്ല എന്ന് ബോധ്യപ്പെടുത്തിയിട്ടും ജനങ്ങൾക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അവർക്ക് ഇനിയും ഈ സമയത്ത് അയാൾ പറഞ്ഞു ഇപ്പോഴും വോട്ടുകൾ നടന്നുകൊണ്ട് ഇപ്പോഴും അയാൾ ഇന്നലെ പറഞ്ഞു വോട്ടുകൾ നടന്നു പാട്ടായി പോയി വോട്ടുകൾ നടന്നു എന്ന് പറയുമ്പോൾ അതങ്ങ് പഴുതം കടച്ചപ്പം വോട്ടുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ പ്രാവശ്യം BJPക്ക് അവിടെ മത്സരിക്കേണ്ടി വന്നത്. BJPക്ക് ഒപ്പം ഈ ലാലു പ്രസാദ് യാദവിന്റെ പാർട്ടിയും കോൺഗ്രസും അല്ലെങ്കിൽ ഒന്നിച്ചുള്ള പാർട്ടി വന്നത്. അപ്പം അവിടെ വോട്ടുകൊള്ള ഉണ്ടായിരുന്നു. ആ വോട്ടുകൊള്ള അങ്ങോട്ട് മാറ്റി SIR കൊണ്ടുവന്നു. അവിടുത്തെ റോഹിംഗ്യൻസിനെ മാറ്റി, ബംഗ്ലാദേശ് മുസ്ലിങ്ങളെ മാറ്റി കഴിഞ്ഞപ്പോൾ അവർക്ക് വോട്ട് ചെയ്യാൻ ആളില്ല. മനസ്സിലായോ? നിങ്ങൾ ചോദിച്ചു എന്താണ് സംഭവിക്കുന്നത്? ഞാനും അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുക. 243 സീറ്റ്, ഏറ്റവും വലിയ സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്ന അമിത്ഷാ പറഞ്ഞു 164 കിട്ടും. ഇന്നലെ ഇത് കണ്ടുകൊണ്ടിരുന്ന അമിത്ഷായും മോദിയും കൂടെ പറഞ്ഞു നിൽക്കൂ. അത് 208 നിൽക്കൂ. നാട്ടുകാർ വിചാരിക്കുന്നു നിങ്ങൾ പറഞ്ഞ പോലെ ചെയ്താന്ന്, രാഹുൽ ഗാന്ധി പറഞ്ഞ പോലെ ചെയ്താന്ന്. നിൽക്കൂ, വോട്ട് ജോലി നടത്തിയതാന്ന് നാട്ടുകാർ വിചാരിക്കും. അതുകൊണ്ട് 200 കടന്നപ്പോഴത്തേനും എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മോദി പറഞ്ഞു ഒന്ന് നിർത്ത്, ഇവിടെ മതി. കാരണം മോദി വിചാരിക്കുന്നത് 243 BJPക്ക് കിട്ടും, അല്ലെങ്കിൽ NDA സഖ്യത്തിന് കിട്ടുമെന്ന്. അതിനുശേഷം ഇന്നലെ നമ്മുടെ ഇവിടുത്തെ അയാൾക്കും വട്ടായെന്ന് തോന്നുന്നു രമേശ് ചെന്നിത്തല പറഞ്ഞു. അതായത് അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയോ? ഇതെല്ലാം ഇതുവരെ നടന്നത് മൊത്തം വോട്ട് ചോരിയാണ്. ഇനി ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിൽ കൂടി ആർക്കും അധികാരത്തിൽ വരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇനി ഒരിക്കലും ഞങ്ങളുടെ തിരിച്ചുവരവ് ഉണ്ടാവത്തില്ല. സത്യമായിട്ട്, അതായത് അത് പൂർണ്ണമായിട്ടൊക്കെ പറയാം. അർത്ഥം അതാ. കാരണം ഇനിയും ഈ BJP അമിത്ഷായും മോദി ഇരിക്കുന്നിടത്ത് ഈ രാജ്യത്ത് ജനാധിപത്യ രീതിയിൽ ആർക്കും വരാൻ പറ്റത്തില്ല. കാരണം ഇന്നലത്തോടു കൂടി ഇതിനു മുമ്പ് മഹാരാഷ്ട്രയിൽ നടന്നില്ലേ, അതിനു മുമ്പ് ഹരിയാനയിൽ നടന്നില്ലേ, ഇപ്പൊ ബീഹാറിൽ നടന്നില്ലേ. അതായത് ഇനി ഇവർക്ക് ഒരു വെട്ടീരും തട്ടീരും നടത്താൻ പറ്റുന്ന ഒരവസ്ഥയില്ല. ഈ രാഹുൽ ഗാന്ധിയുടെ കീഴിൽ കോൺഗ്രസ് ഉണ്ടാവത്തില്ല. ഇവർ നശിപ്പിച്ച കോൺഗ്രസ് താഴെത്തട്ടിലില്ല. അപ്പോൾ ഒരു കാരണവശാലും ഇതുവരെ വന്നത് ജനാധിപത്യ രീതിയിലല്ല. ഇപ്പം SIR എല്ലായിടത്തും പശ്ചിമ ബംഗാൾ ഉൾപ്പെടെ ഇന്ത്യ മൊത്തം SIR നടപ്പാക്കാൻ പോവുകയാണ്. SIR നടപ്പാക്കാൻ പോകുമ്പോൾ സംഭവിക്കുന്നത് പറഞ്ഞാൽ ഇവിടുത്തെ വ്യാജ വോട്ട്, വ്യാജ ജനാധിപത്യം, അതായത് ഇന്ത്യക്കാരല്ലാത്തവർ ജനാധിപത്യ സംവിധാനത്തിൽ ഇടപെട്ട് അവരെ ഇടപെടുത്തുന്നതിന് ഈ പറയുന്ന ബംഗ്ലാദേശികളെ വോട്ടർമാരാക്കിയതും റോഹിംഗ്യൻസിനെ വോട്ടർമാരാക്കിയതും ആരാണോ അവർക്കുതകുന്ന ഒരു ഭരണ സംവിധാനം ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്നില്ല. അവർക്കുതകുന്ന ഒരു ഭരണ സംവിധാനം ആണ് കോൺഗ്രസിന്റെ നമ്മൾ പലവട്ടം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നത്, ഇന്ത്യക്ക് വേണ്ട ഡെവലപ്മെന്റ്സ്, ഇന്ത്യയുടെ ഭാഗമല്ലാത്ത അമേരിക്കയുടെയോ നമ്മുടെ ശത്രുരാജ്യങ്ങളുടെയൊക്കെ താല്പര്യത്തിനനുസരിച്ച് പോകുന്ന ഒരു സംവിധാനം, ആ സംവിധാനം ഇനി ഇവിടെ ഉണ്ടാവത്തില്ല. അതായത് ചോദിച്ചല്ലോ എന്ത് സംഭവം? യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലായില്ലേ? യഥാർത്ഥത്തിൽ ഇന്ത്യക്കകത്ത് നിൽക്കുന്നവന് വ്യക്തമായും കൃത്യമായും ആർക്കോട്ട് ചെയ്യണമെന്ന് ബോധ്യം വന്നു. അതിനുള്ള അവസരം പൂർണ്ണമായിട്ടും കിട്ടി. അല്ലാത്തവൻ വോട്ട് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബീഹാറിൽ SIR നടപ്പാക്കിയതിന് ശേഷം ആദ്യത്തെ വോട്ടിംഗ്, ആദ്യത്തെ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ ജനാധിപത്യം ഇങ്ങനെയായിരിക്കും എന്ന് തെളിയിച്ചിരിക്കാൻ. ഇനി അങ്ങോട്ടുള്ളതും അങ്ങനെയൊക്കെ തന്നെയാണ്. കേരളത്തിൽ ഉൾപ്പെടെ SIR നടപ്പാക്കാം. കേരളത്തിൽ ഒരു കാരണവശാലും വരത്തില്ല. ഞാനത് പറയാം. ഇനിയിപ്പോൾ എന്നെ എന്തോ പറഞ്ഞാലും ഒരു കാരണവശാലും അവിടുത്തെ ഇനി പപ്പു തുള്ളിയാലും പപ്പി തുള്ളിയാലും ആര് തുള്ളിയാലും ഇവിടെ വരത്തില്ല. പിന്നെ ചിലപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പെങ്ങളോ വല്ലതും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനും കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോൾ അത് ഒരു വട്ടേ വരത്തുള്ളൂ, പിന്നെ ഈ കാലത്ത് വരത്തില്ല. മനസ്സിലാവുന്നില്ലേ? അതിന് പേടിക്കണ്ട. അപ്പോൾ ഇതാണ് ഇപ്പോൾ ഇന്നലെ ഇവർ വരെ പാനിക്കായി. അതായത് ഇന്ത്യൻ പ്രധാനമന്ത്രിയും അമിത്ഷായും വരെ പാനിക്കായി. ഇനിയും മുമ്പോട്ട് പോകരുത്. 208 ആയപ്പോഴത്തേന് അവർക്ക് വെപ്രാളമായി കേട്ടോ. ആർക്കാണെന്നറിയോ? രാഹുൽ ഗാന്ധിക്കല്ലേ. രാഹുൽ ഗാന്ധിക്ക് ഒരു വെപ്രാളവും ഇല്ലല്ലോ, വട്ടായി പോയാൽ പോലെ ഇവർക്ക്. കാരണം ഇത് നാട്ടുകാർ പറയത്തില്ല ഇത് എന്തൊരു പോക്കാവുന്നത്. ഏതാ മര്യാദ വേണ്ടേ ഒരു പ്രതിപക്ഷത്തിനെന്ന്? ഇത്രയും ജോലിയൊക്കെ അവർ ചെയ്ത് ഓട്ടം നടത്തി, വോട്ട് ചോരി യാത്ര നടത്തി, ആവശ്യം അമ്മയ്ക്ക് വിളിച്ചു, ആവശ്യം പോലെ ആളുണ്ടായിരുന്നു, എന്തെല്ലാം പുകിലായിരുന്നു, എന്നിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ. അപ്പൊ അങ്ങനെ ഇന്നലെ ഈ മോദി തന്നെ പറയുന്ന ഒരവസ്ഥയാണ് ഇത് വോട്ട് ചോരിയാട്ടോ, വോട്ട് ചോരിയപ്പോ. അപ്പൊ അതേ രീതിയിലേക്കാണ് കാര്യങ്ങൾ. രാഹുലിനെ ഒന്ന് സമാധാനിപ്പിക്കാൻ പറഞ്ഞു, വിടത്തില്ല അയാളെ. ഇപ്പം എനിക്കൊന്നും ഇനി ഇയാളെ ഇത് ഈ വെളിയിലേക്ക് പോകാനുള്ള
മറ്റു രാജ്യങ്ങൾ സന്ദർശിക്കാനുള്ള വിസ ക്യാൻസൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇവർ പൂർണ്ണമായിട്ട് ഇവിടെ നിൽക്കണം. ഇയാള് പൂർണ്ണമായിട്ട് BJPക്ക് എതിരായിട്ട് ഇവിടെ നിന്നാൽ BJPക്ക് ഒരു പണിയും വേണ്ട, ഇയാൾ മാത്രം നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. ഈ നോക്കിക്കോ, തന്നെ എഴുതി വെച്ചു ഈ രാഹുൽ ഗാന്ധി എടുക്കാച്ചരക്കെന്ന് പറയും, നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞു. ഇപ്പൊ തന്നെ ഈ ബീഹാറിൽ തേജസ്വി യാദവ് പറഞ്ഞു ദൈവത്തെ ഓർത്ത് വരല്ലേ, ഞാൻ ആ ആദ്യത്തെ അമ്മയ്ക്ക് വിളി കഴിഞ്ഞിട്ട് ഒരു പരുവാക്കി കൊണ്ടുവരുമോ, വീണ്ടും ചാടി ഇയാൾ വോട്ട് ചോരി. ഇയാളെ ഒരു കണ്ടില്ലേ അല്ലേ, നമ്മളെല്ലാം ഒരു പ്രസന്റേഷനും ഒക്കെ ഒരു മൈക്കും ഒക്കെ പിടിച്ചോണ്ട് എന്താടേ ഇത്, എവിടെ സത്യം പറഞ്ഞ നമ്മള് കുറ്റപ്പെടുത്തുമല്ല, പറയാതിരിക്കാന്ന് പറ്റില്ല. എന്നിട്ട് അതേ കണ്ട് വലിയ സാധനം ഒരു കൈയൊക്കെ തലയൊക്കെ ഇങ്ങനെ ആട്ടി, എത്ര വന്നാലും പഠിക്കത്തില്ല. ഇത് നമ്മൾ നേരത്തെ കേരളത്തിൽ ഈ കരുണാകരന്റെ ഒരു മകനുണ്ടായിരുന്നു, അദ്ദേഹം ഇപ്പം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയക്കാരിൽ ഒരാളാണ്. അദ്ദേഹത്തിന്റെ പറയുന്നതാണ് ജനം കോൺഗ്രസിനകത്ത് കുറെ പേരെ എടുത്ത് ആരാ ഈ മുഖ്യമന്ത്രി കുറെ ആദ്യം കുഞ്ഞിക്കുട്ടൻ എന്നാ വിളിച്ചത്, ആ നവാത്തത്തിന്റെ കൂടാരമായിരുന്നു. പക്ഷെ അയാൾ 2-3 കൊല്ലം കൊണ്ട് പഠിച്ചു. ഇപ്പൊ അയാൾ പറയുന്ന വലിയ പ്രസക്തമായിട്ടുള്ള അയാൾ പറയുന്ന വലിയ വാർത്ത, ഇവന് എത്ര കാലം കൊണ്ട് വന്ന് പഠിച്ചേക്കുന്നു, എന്തൊക്കെ പഠിക്കുക, എന്തോ ചെയ്യാണ്, എന്തായാലും വോട്ട് ചോരി തന്നെ ആകട്ടോ. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.